മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഏത് രീതിയിൽ നമ്മളായിരിക്കും, അതിൻ്റെ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെടുത്തുന്ന പിശാച് എങ്ങനെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത്. പ്രധാനമായി 4 പോയിൻ്റുകളാണിന്ന് പറഞ്ഞത്. ഒന്ന്, ദൈവവചനത്തിനെതിരായി തീരുവാൻ പിശാച് നമ്മളെ പ്രേരിപ്പിക്കും. പാപത്തെ സ്നേഹിക്കുവാനായിട്ട് പിശാച് നമ്മളെ പ്രേരിപ്പിക്കും. അതുപോലെ സെൽഫിഷ് ലിവിങ്, നമ്മുടെ സ്വയത്തിൽ തന്നെ ജീവിക്കുന്നതിന് പിശാച് നമ്മളെ പഠിപ്പിക്കും. പിന്നെ അതുപോലെ സംശയം ജനിപ്പിക്കും. കാര്യങ്ങളിൽ സംശയം, പ്രശ്നങ്ങളൊക്കെ വരുന്ന സംശയം ജനിപ്പിക്കും. ഇയ്യോബിൻ്റെ ഭാര്യയുടെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയും തുടർന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് 5-മത്, ഫാമിലി ലീഡർഷിപ്പ് ഫെയിലിയേഴ്സ്, കുടുംബത്തിലെ നേതൃത്വങ്ങളിലുള്ള തകർച്ച. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കഴിഞ്ഞ ഒരു ദിവസത്തിൽ ഞാൻ ഒരു ചരിത്രമല്ലൊരു ഇൻസിഡൻറ്റിൽ കേട്ടാണ്. നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ പോയ സമയത്ത് ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ഫ്രൈഡേയിലെ പുള്ളി ഫാസ്റ്റിംഗ് ആയിരുന്നു. ഈ ഫ്ലൈറ്റിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത്, ഫുഡ് സപ്ലൈ ചെയ്ത സമയത്ത് ഇദ്ദേഹം ഭക്ഷണം വാങ്ങിയില്ല. കാരണം അദ്ദേഹം ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഭക്ഷണമൊന്നും വാങ്ങിയില്ല. അപ്പോഴടുത്തിരുന്നൊരാൾ പറഞ്ഞു അയാളും ഫാസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് അയാളും ഭക്ഷണം വാങ്ങിയില്ല. അന്നേരം ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിച്ചു, ഇയാൾ ക്രിസ്ത്യൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, അന്നേരം എന്താണ്, ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ എന്ത് ഇൻവോൾവ്മെൻ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത്, ഞാൻ സൈറ്റാനിക് ബിലീഫുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത് ക്രിസ്ത്യൻ ഫാമിലീസിൻ്റെ ബ്രേക്ക് ഡൗണിന് വേണ്ടിയാണ്. ക്രിസ്തീയ കുടുംബങ്ങൾ അടിച്ചു പിരിയണം, അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാനൊരു സൈറ്റാനിക് വിശ്വാസിയാണ് എന്ന് പറഞ്ഞതായിട്ട് അയാളുടെ ചരിത്രത്തിൽ നിന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഫാമിലി ലീഡർഷിപ്പിൽ ഇന്നും ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പുതിയ തലമുറയിൽ നമുക്കറിയാം എന്തൊക്കെ ഇഷ്യൂസാണ് വരുന്നത്. പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം 1 പത്രോസ് 3:7 പറയുന്നു. 1 പത്രോസ് 3:7, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യമാരോട് വസിച്ച് സ്ത്രീജലം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. എന്ത് ക്ലിയറായിട്ട് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കുക. ഈ ആദ്യം തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് സ്ത്രീയെ കൂടെ സൃഷ്ടിച്ചു. ആദാമിന് ഹവ്വയെ കൊടുത്തു. അവർ രണ്ടുപേരും ഇനി 2 അല്ല 1 എന്ന് പറഞ്ഞു. എന്താണിത് പറഞ്ഞത്? അവർ ചേർന്ന് ഉള്ളൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ചേർന്നൊരു പ്രാർത്ഥന, അതിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. അത് 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ ഭാര്യയും ഭർത്താവും 2 പേരാണല്ലോ. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന്, നേരത്തെ നമ്മുടെ സർവേ പറഞ്ഞാണ്, ഇന്ന് 70% പേരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എവിടെ? വെസ്റ്റിൽ. ഇന്ത്യയിലും പലപ്പോഴും അതുപോലെയാണ്. ഇന്ത്യയിലും അതേ കൾച്ചറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമില്ല. കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഡൈവേഴ്സ് വർദ്ധിച്ചു വരികയാണ്. പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ്സിനെ ഡാമേജ് ചെയ്യുകയാണ്. ഭർത്താക്കന്മാർ ലീഡർഷിപ്പ് എടുക്കണം, ഭാര്യമാരെ സ്നേഹിക്കണം. എങ്ങനെയാണ് ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്? കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കണം എന്നാണ് അർത്ഥം. നമുക്കറിയാം എത്ര ഭർത്താക്കന്മാരാ ഭാര്യമാർക്ക് ജീവൻ കൊടുക്കുന്നത്. ജീവൻ കൊടുക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഭാര്യയുടെ ആത്മീയ വളർച്ച ഭർത്താവ് ഒരുക്കി കൊടുക്കണം, ഭാര്യയെ സ്നേഹിക്കണം. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് സബ്മിസീവായിരിക്കണം. അതുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവർ വിവേകത്തോട് ഒരുമിച്ച് ഭാര്യയോടൊപ്പം വസിക്കണം. വസിച്ചിട്ട് അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടാവകാശികൾ.
ഹെയർസ് ടുഗദർ ഓഫ് ദ ഗ്രേസ് ഓഫ് ലൈഫ് എന്നോർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കണം. അന്നേരം ഭാര്യമാരെ സ്നേഹിക്കണം, അവർക്ക് ബഹുമാനം കൊടുക്കണം, അന്യോന്യം സ്നേഹിക്കുകയും കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യണം. ദ റോൾ ഓഫ് ഹസ്ബൻഡ് ഷാൽ നോട്ട് റൂൾ ദ വൈഫ്. റൂൾ ചെയ്യുക എന്നുള്ളതല്ല, സ്നേഹിക്കുക എന്നുള്ളതാണ്. വൈഫിൻ്റെ ഉത്തരവാദിത്വം ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി ഈക്വൽ എന്ന് പറയുകയല്ല. ഈക്വലാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഈക്വലാണ്. ഫെമിനിസ്റ്റിക് ചിന്താഗതിയിൽ ഈക്വൽ എന്ന് പറയുക എന്നുള്ളതല്ല. വൈഫ് ഷാൽ നോട്ട് ടേക്ക് ഓവർ ഹസ്ബൻഡ്. ഭർത്താവിന് മേളിലെ ഉപരിയായിട്ടുള്ള അധികാരത്തിൽ പോകാതെ ഭർത്താവ് സബ്മിസീവ് ആയിരുന്നുകൊണ്ട് അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടാവകാശികളാണ്. അന്യോന്യം ബഹുമാനിക്കണം. അവിടെ അങ്ങനെയുള്ളിടത്ത് പ്രാർത്ഥനയ്ക്ക് മുടക്കം വരത്തില്ല. എന്നാൽ ഡെവിൾ വാണ്ട് ടു ഡിസ്ട്രോയ് ദ റിലേഷൻഷിപ്പ് അൾട്ടിലി ലീഡ്സ് ടു ഡാമേജ് ഓഫ് ദ എഫക്റ്റീവ്നെസ് ഓഫ് പ്രെയർ. ആ പ്രെയറിൻ്റെ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെടുത്തി കളയാനായിട്ട് പിശാച് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുടുംബജീവിതങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്. ആ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രാർത്ഥന നടക്കുവാൻ അവരൊരുമിച്ച് എപ്പോഴും ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. സോ 5ാമത്തെ പോയിൻ്റ് ഞാൻ പറഞ്ഞത് ഫാമിലി ലീഡർഷിപ്പ് ഫെയിലിയേഴ്സ് എന്നുള്ളതാണ് പറഞ്ഞത്. 6ാമത് പറയാനുള്ള അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാൻ കഴിയാതെ ഇരിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ക്ഷമിക്കാതെ ഇരിക്കുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു സ്വയ സംരക്ഷണ മാർഗമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തവർ സ്വന്തമായിട്ടുള്ള പാപക്ഷമ എങ്ങനെയാണ് പ്രാപിക്കുക? മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ സ്വയമായിട്ട് നമ്മൾ ദൈവത്തോട് പാപക്ഷമ ചോദിക്കുമ്പോൾ നമ്മുടെ സഹോദരനോടുള്ള വക്രത നമ്മുടെ ഹൃദയത്തിൽ കരുതുകയാണ്. സഹോദരനോടുള്ള വക്രത ഹൃദയത്തിൽ കരുതുമ്പോൾ പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കുകയില്ല. ആ എഫക്റ്റീവ്നെസ് ഇല്ലാതെ പോവുകയാണ്. അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാൻ കഴിവില്ലാത്ത. അതാണ് 6ാമത്തെ പോയിൻ്റായിട്ട് പറയാനായിട്ട് ആഗ്രഹിച്ചത്. 7ാമത്തെ പോയിൻ്റ് ദൈവഹിതത്തിന് പുറത്ത് പ്രാർത്ഥിക്കുക. ആസ്കിങ് ഔട്ട്സൈഡ് ഗോഡ്സ് വിൽ. ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുകയും ദൈവകൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവഹിതം എങ്ങനെയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്? ദൈവഹിതം വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ്. അത് മാത്രമല്ല, ദർശനങ്ങൾ കൂടി വരെയും ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടും ടു ആൻ എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഈവൻ സ്വപ്നത്തിൽ കൂടെ പോലും ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. ബൈബിളിൽ അതിനൊക്കെ രേഖകളുണ്ട്. എന്നാൽ ഇപ്പോൾ സ്വപ്നവും ദർശനവും ഒന്നും ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് കൺവിൻസ് ചെയ്യും. ഞാനിപ്പോൾ വീഴുന്ന പല ദിവസവും പ്രാർത്ഥിക്കാറില്ലേ നിങ്ങൾക്ക് വേണ്ടി? ഓരോ പ്രെയർ റിക്വസ്റ്റുകൾ പറയാറില്ലേ? അത് ദൈവഹിതത്തിൽ നിന്ന് തന്നെ പറയുന്ന പ്രെയർ റിക്വസ്റ്റുകളാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവോട് സംസാരിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ വെറുതെ അങ്ങ് ഒരു റാൻഡമായിട്ട് വിളിച്ച് പറയുന്നതല്ലത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവഹിതത്തിൻ്റെ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പിശാച് നമ്മളെ കൊണ്ടുപോകും. എന്നാൽ ദൈവഹിതത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 5:14-15 വാക്യം ശ്രദ്ധേയമായ വാക്യമാണ്. 1 യോഹന്നാൻ 5:14-15 വാക്യം. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മൾ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകും. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. എന്ത് ക്ലിയറായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കിൽ കൂടി, വചനത്തിൽ കൂടിയാണ്. കുവൈറ്റിലുള്ള ഒരാൾ അയാളുടെ ഇഷ്ടം എങ്ങനെയാണ് നമ്മളെ അറിയിക്കുന്നത്? നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ എഴുത്തെഴുതി അറിയിക്കണം. ഇമെയിലിൽ കൂടി അറിയിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ ദൈവം തൻ്റെ വാക്കുകളെ, വചനങ്ങളാൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും
നമ്മൾ അതനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ പ്രസൻസിൽ നിന്ന് ട്യൂൺ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാവും. ദൈവത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്താ? പരമപ്രധാന ഉദ്ദേശം നമ്മളുടെ രക്ഷയും മറ്റുള്ളവരുടെ രക്ഷയും നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയാണ് ദൈവം കാര്യങ്ങളൊക്കെ തരുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ ഇങ്ങനെ സുഖിച്ച് ചെറിയ കാറ് കൊടുത്ത് വലിയ കാറ് വാങ്ങുക, ചെറിയ വീട് പൊളിച്ചു കളഞ്ഞ് വലിയ വീട് ഉണ്ടാക്കുക എന്നുള്ളതല്ല. അത് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഹിതം നിറവേറ്റാനുള്ള പ്രാർത്ഥന പിശാചിൻ്റേതാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. ദൈ കിങ്ഡം കം, അവൻ്റെ ഇഷ്ടം വരിക, ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുക, അന്നേക്കുള്ള ആഹാരം തരിക, ഈ ലോകത്തിൽ പിശാചിൽ നിന്നുള്ള വിടുതൽ തരിക. ഇങ്ങനെയൊക്കെയുള്ള ആണ് കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. അല്ല നമ്മുടെ ഇഷ്ടം നടത്തിയെടുക്കുക എന്നുള്ളതല്ല. പ്രത്യേകിച്ചൊരു ഈ തരണത്തിലൊരു കഥ പോലെ ഓർമ്മ വരിക. ഒരിക്കൽ ഒരു കുട്ടി പോയിട്ട് പരീക്ഷയ്ക്ക് എഴുതിയപ്പം തെറ്റിപ്പോയി. ഇന്ത്യയുടെ ക്യാപിറ്റൽ തെറ്റിപ്പോയി. ഡൽഹിയിൽ നിന്ന് എഴുതേണ്ട അടുത്ത് മുംബൈയിൽ നിന്ന് എഴുതിപ്പോയി. ആ കുട്ടി അത് എഴുതിപ്പോയിട്ട് ആ കുട്ടി വീട്ടിൽ വന്നിട്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളതിന് ആയിട്ട് ആ കുട്ടി വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹി മുംബൈയിലേക്ക് മാറ്റണമേ. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽ മുംബൈയിലേക്ക് മാറ്റണമേ. അങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ ഡൽഹി ക്യാപിറ്റൽ മുംബൈയിലേക്ക് മാറ്റണമേ, ഡൽഹി ക്യാപിറ്റൽ മുംബൈയിലേക്ക് മാറ്റണം. എന്താണ്? പരീക്ഷ എഴുതിയപ്പം തെറ്റിപ്പോയി. അതിന് ഉത്തരം കിട്ടാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഇത് മാറ്റിത്തരണേന്ന്. എന്ന് പറഞ്ഞതുപോലെ ഒരു യൂസ്ലെസ് പ്രെയർ അല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവഹിതത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് 10,000-കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, എന്നെ ഡിസയർ ടു ബിക്കം റിച്ച്, എന്നെ പണക്കാരനാക്കണമേ, ഈ ലോകത്തിലെ വെൽത്ത് അക്വയർ ചെയ്യാനായിട്ട് കർത്താവെ എന്നെ സഹായിക്കണമേ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളല്ല ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു സെൽഫിഷായിട്ടുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പുറത്ത് പ്രാർത്ഥിക്കുമ്പോഴേ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെടുന്നു. 8ാമത്തെ പോയിൻ്റായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിസയർ ടു ഇംപ്രസ് പീപ്പിൾ, മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ടുള്ള ആഗ്രഹം. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് അവരെ സ്വാധീനിക്കാനായിട്ടുള്ള ഒരു സെൽഫിഷ് നേച്ചർ. മത്തായി 6:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്ന് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സൃഷ്ടാവിനോടാണ്. കപടഭക്തിക്കാരെ പോലെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള പ്രാർത്ഥനയല്ല ആവശ്യം. ദ പ്രൈഡ് ഓഫ് ലൈഫ് ആൻഡ് ഡിസയർ ടു ബി അഡ്മയർഡ് make us to this temptation of profitable for Satan. സാത്താന് പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു ടെംപ്റ്റേഷനിലേക്ക് നമ്മൾ ആയിത്തീരും. കാരണം മറ്റുള്ളവർ നമ്മളെ അഡ്മയർ ചെയ്യും എന്ന് പറയുന്നത്. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്ന ലാക്ക് ഓഫ് അതെൻറ്റിസിറ്റി ഇൻ ഓൺസ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഉത്തരവാദിത്വമില്ലായ്മ അത് പലപ്പോഴും പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ്സിനെ നഷ്ടപ്പെടുത്തി കളയും. നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വമില്ലായ്മ. ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ കർത്താവിൽ വസിക്കണം എന്നുള്ളതാണ്. അന്നേരം കർത്താവിൽ വസിക്കുകയും ദൈവത്തിൻ്റെ വചനം നമ്മൾ വസിക്കുകയും ചെയ്യണം. നമ്മൾ കർത്താവിലും കർത്താവ് നമ്മളിലും വസിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന നിങ്ങൾക്ക് കിട്ടും. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറയുന്നതാണ്. അതിൽ അവനിൽ വസിക്കുക എന്നുള്ളതും അവൻ്റെ വചനത്തിൽ വസിക്കുക എന്നുള്ളതും ഉത്തരവാദിത്തമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തമുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ലിവിങ്. അത് ഇന്നത്തെ നേച്ചർ അതാണ്. എല്ലാം കാഷ്വൽ അപ്രോച്ചാണ്. വിയറിങ് കാഷ്വല്, ഗോയിങ് കാഷ്വല്, പഠിക്കുന്നത് കാഷ്വല്, പ്രാർത്ഥിക്കുന്നത് കാഷ്വല്, പള്ളിയിൽ പോകുന്ന കാഷ്വല്, എല്ലാം ഒരു കാഷ്വൽ അപ്രോച്ച്, ഒരു സീരിയസ്നെസ് ഇല്ലാത്തൊരു അപ്രോച്ച്. അന്ന് ക്രിസ്ത്യൻ ലിവിങ്ങും ഇന്ന് പലപ്പോഴും ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ തോന്നുന്ന വഴിയേ അങ്ങ് പോവുക. ദൈവം നടത്തിക്കോളും എന്ന് പറയും, തോന്നുന്ന വഴിയേ അങ്ങ് പോവാണ്. അവരെ പറയുന്ന പേരാണ് ഫേക്ക് ക്രിസ്ത്യൻസ് എന്നുള്ളത്. They are not having seriousness or any authenticity. അവർക്കൊരു ഉത്തരവാദിത്വ ബോധം ഇല്ല. ഒരു ക്രിസ്ത്യാനിറ്റി, അങ്ങനെയുള്ളൊരു ക്രിസ്ത്യാനിറ്റിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കാരണം ആളുകളെല്ലാം സുഖലോലുപത ഇഷ്ടപ്പെടുകയും ഭോഗപ്രിയരും ദൈവത്തിൻ്റെ പ്രമാണത്തിലൊന്നും വലിയ താല്പര്യമില്ലാതെ ഇതൊക്കെ വേണം, ഇതൊക്കെ ഒരു ഓർണമെൻ്റ് പോലെ
ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ തൊട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ട്, അബൈഡ് ചെയ്യണം, കർത്താവിൻ്റെ വചനത്തിൽ വസിക്കണം, കർത്താവ് നമ്മൾ വസിക്കണം, അപ്പോഴും നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന ദൈവം നൽകി തരുമെന്ന് പറയും. സോ ലാക്ക് ഓഫ് ഒതൻറ്റിസിറ്റി ഈസ് വൺ ക്രിസ്ത്യൻ ലൈഫ്. അതായത് അതുകൊണ്ട് സീരിയസ് ആയിട്ട് നമ്മൾ ക്രിസ്തീയ ജീവിതത്തെ എടുക്കണം, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രെയർ ഇന്നെഫക്റ്റീവായി പോകും. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ സമയമില്ലാത്തതുകൊണ്ട്, നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അതിൽ ദാനിയേലിൻ്റെ സ്വപ്നം കണ്ടത്, അത് കാണിച്ചു കൊടുക്കാനായിട്ട് ദൂതനെ അയച്ചതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നുവെങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ചു. ഇവിടെ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി ദൈവത്തിൻ്റെ ദൂതനെ അയച്ചപ്പോഴേ ഈ ദൈവത്തിൻ്റെ ദൂതനെ തടഞ്ഞു നിർത്തി 21 ദിവസം പിശാചുമായി യുദ്ധം ചെയ്തു. അത് പ്രിൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് പേർഷ്യ, പാർസി രാജാവിൻ്റെ പ്രഭു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു സാത്താന്യ ഫോഴ്സ് ഉപയോഗിച്ച് പ്രാർത്ഥനയുടെ ഉത്തരത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഇന്നും ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോരുത്. ഇവിടെ ദൈവം മീഖായേലിനെ അയച്ചവനെ വിടുവിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി നടത്തുന്നതിനെതിരായിട്ട് സാത്താൻ ആദ്യം തൊട്ടേ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോഴും ഈ ലോകത്തിൽ നടക്കാതിരിക്കാൻ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥന ഉത്തരം കൊടുക്കാതെ മുടക്കിയതുപോലെ ഇന്ന് നിങ്ങളുടെയും എൻ്റെയും പല പ്രാർത്ഥനകളും ദൈവീക പദ്ധതിക്ക് യോജിച്ച ചില പ്രാർത്ഥനകൾ പോലും ഇന്നും ഉത്തരമില്ലാതെ മുടങ്ങിയിരിക്കുന്നത് ചിലപ്പോൾ കാണാം. എന്നാൽ ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനായിട്ടാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ട് ആകാശത്തിലെ ദുഷ്ടാത്മസേന പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കും. എഫേസ്യർ 6:10 മുതലുള്ള വാക്യങ്ങളിലെ സ്വർഗത്തിലെ ദുഷ്ടാത്മസേനയോടാണ്. നമുക്ക് ഈ കാണാത്ത മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ അറിവില്ല. കാരണം നമ്മൾ ജഡത്തിലാണല്ലോ വസിക്കുന്നത്, നമ്മൾ ആത്മീയ രൂപികളൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ രൂപത്തെക്കുറിച്ചും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ ഇങ്ങനെയുള്ള ആകാശത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലിമിറ്റഡാണ്. അതുപോലെ ഉയരത്തിലെ ഏഞ്ചൽസും ഡീമൺസും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതും അതിൻ്റെ അകത്ത് ഉത്തരം കിട്ടുന്നതും ഒരു ഉത്തരം വരാൻ താമസിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങളും ഞാനും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ചിലപ്പോൾ അപ്പോഴേ തന്നെ ചിലപ്പം ഉത്തരം വന്നിട്ടുണ്ടാവും. എന്നാൽ ഈ ആകാശത്തിലെ ദുഷ്ടാത്മസേന ചിലപ്പോൾ തടഞ്ഞു വെക്കുന്നതായിരിക്കും, നമുക്കറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, പ്രാർത്ഥിക്കുന്നതിന് ഉത്തരമുണ്ട്. അവിടെ നമ്മൾ ഇന്നത്തെ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ മൊത്തം നമ്മുടെ പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെടുത്തുന്നതിന് 9 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. 9 കാര്യങ്ങൾ പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെട്ടു പോകുന്നു. 1, ദൈവവചനത്തിന് എതിരായി തീരാൻ സാത്താൻ പ്രേരിപ്പിക്കുന്നു. 2, പാപത്തെ സ്നേഹിപ്പാനായിട്ട് സാത്താൻ പഠിപ്പിക്കുന്നു. 3, സെൽഫിഷ് ലിവിങ്ങിൽ നമ്മളാകാനായിട്ട് പിശാച് പഠിപ്പിക്കുന്നു. 4, സംശയങ്ങൾ കൊണ്ടുവരുന്നു. 5, ഫാമിലി ലീഡർഷിപ്പിലെ തോൽവികളെ പിശാച് കൊണ്ടുവരുന്നു. 6, ക്ഷമിക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥ. 7, ദൈവഹിതത്തിന് വിപരീതമായി അല്ലെങ്കിൽ പുറത്തു നിന്ന് പ്രാർത്ഥിക്കുന്നു. 4, നമ്മുടെ ഉള്ളിൽ തന്നെ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുവാനായിട്ട് നമ്മൾ ചെയ്യുന്നു. 9, ആ സീരിയസ്നെസ്, ലാക്ക് ഓഫ് ഒതൻറ്റിസിറ്റി, ക്രിസ്തീയ ജീവിതത്തിലെ ഉത്തരവാദിത്വ ബോധമില്ലാതെ ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എഫക്റ്റീവ്നെസ് പ്രാർത്ഥനയുടെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കാൻ പോലും പിശാച് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോട്, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ പോരാടാൻ പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി മാറിപ്പോകുന്നില്ല എന്ന് പറയുന്നു. അതിനാൽ നമ്മൾ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. ഞാനിത് കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിനകത്ത് ഇനിയുള്ള 4-5 എപ്പിസോഡിൽ നമ്മുടെ ഇതിൻ്റെ ഡിസ്കഷനെല്ലാം ഇവിടെ അവസാനിക്കും. ഇത് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പൈശാചികമായിട്ടുള്ള അറ്റാക്കിൽ ആയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത്. അതാണ് അടുത്ത എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ഈ പൈശാചിക അറ്റാക്കിനെ ജയിക്കും
എന്നുള്ളതുമാണ് സംസാരിക്കുന്നത്. നിങ്ങളിത് തുടർമാനമായി കേൾക്കണം. ഇതെല്ലാവർക്കും അനുഗ്രഹപ്രദമാവും. അത് മാത്രമല്ല, ഇത് നോട്ട്സ് നിങ്ങൾ എഴുതണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം വലിയ വിടുതലും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തരും. നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പ്രെയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രെയർ ലൈനിൽ ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിശാച് ഞങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോകുന്ന വിധങ്ങളെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ 25 എപ്പിസോഡുകളോളം ആയിട്ട് ഞങ്ങളെ പഠിച്ചുകൊണ്ടിരുന്നത്. പല രീതിയിൽ കള്ളം പഠിപ്പിക്കുന്നിടം തൊട്ട് പ്രാർത്ഥന മുടക്കുന്നത് വരെയുള്ള ഭാഗങ്ങളിലെ അനേക എപ്പിസോഡിൽ ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ ഈ പിശാചിൻ്റെ വലയിൽ അകപ്പെടാതിരിപ്പാൻ കർത്താവെ ഞങ്ങളെ സൂക്ഷിക്കണമേ. നിൻ്റെ പ്രോമിസുണ്ട്. നിൻ്റെ ഫയർ വാളായിട്ട്, തീ മതിലായിട്ട് നീ ഞങ്ങളെ സൂക്ഷിക്കുമെന്നതിൻ്റെ പ്രോമിസുണ്ട്. കർത്താവെ, അതിനാൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം നീ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. കർത്താവെ, പിശാചിനെ തള്ളിയിടുന്ന അനുഭവം ഉണ്ടല്ലോ. അവൻ്റെ അൾട്ടിമേറ്റ് ഫെയ്റ്റ് എന്താണെന്ന് ഞങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. നരകം അവനും അവൻ്റെ കൂട്ടാളികൾക്കും വെച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ഈ ദിവസങ്ങളിൽ ദൈവീക പ്രമാണമനുസരിച്ച് ജീവിച്ച് കർത്താവെ ക്രിസ്ത്യൻ ലൈഫ് സീരിയസ് ആയിട്ട് ചിന്തിച്ച് ജീവിപ്പാനായിട്ട്, കർത്താവിൽ വസിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ എഫക്റ്റീവ് ആകുവാനായിട്ട്, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മുടക്കം വരാതിരിക്കാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാനസികമായ അസ്വസ്ഥതകളിലെ മരുന്ന് കഴിക്കുന്ന ചില വ്യക്തികളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ കൊടുക്കണമേ, സഹായിക്കണമേ. കർത്താവെ, നീ ചില പൈശാചികമായിട്ടുള്ള പോരാട്ടങ്ങളുണ്ട് അവിടെ. അതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം ഞങ്ങൾ അയക്കുന്നു. കർത്താവെ, ഐ സെൻഡ് യുവർ വേർഡ് ലോർഡ്. നിൻ്റെ വാക്കുകൾ അയക്കുന്നു. കർത്താവെ, അതിൽ നിന്ന് വലിയൊരു വിടുതൽ കർത്താവെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിക്കുന്ന മരുന്നുകളിലൊക്കെ തന്നെ പ്രവർത്തനം ഉണ്ടാകട്ടെ. പല മരുന്നുകളും മാറ്റിക്കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, അടുത്ത കൺസൾട്ടേഷൻ ഡോക്ടറുമായിട്ടിരിക്കുമ്പോഴേ ഇനി എൻ്റെ ആവശ്യമില്ല എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവെ നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വായിലെ അൾസറുള്ള ചില വ്യക്തികളെ ഇത് കാണുന്നു. ഭക്ഷണം പോലും കഴിക്കാനായിട്ട് പറ്റുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം സൗഖ്യമാകട്ടെ. നിൻ്റെ കർത്താവെ വചനമയച്ച് ഞങ്ങളെ കർത്താവെ നിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. കർത്താവെ, അതുപോലെ പ്രസവത്തിലെ ചില കോംപ്ലിക്കേഷനൊക്കെ വന്നിട്ട് മരുന്ന് കഴിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നവരെ ഇത് കാണുന്നു. കർത്താവെ, നീ സഹായിക്കണമേ, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആശുപത്രിയിലായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വിടുവിക്കപ്പെട്ട് ഭവനത്തിൽ ചെല്ലുവാനായി നീ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമേ. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടുവന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും വാച്ച് ചെയ്യുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.